എല്ലാ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും എഡ്യൂസൈറ്റ് എന്നതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളാണെങ്കിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ബേസിക്സ് ഓഫ് ആൾജിബ്ര എന്ന് പറയുന്ന ബീജഗണിതത്തിൻ്റെ അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ അടിസ്ഥാനമായ കാര്യങ്ങൾ പറ്റിയുള്ള ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇത് അതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പം പാർട്ട് 1 കണ്ടവർക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട് 1 കാണേണ്ടവർ പാർട്ട് 1 പോയി കണ്ടിട്ട് പാർട്ട് 2ലേക്ക് വന്ന് കാണുക. അപ്പോൾ കുറച്ചുകൂടെ ഡീപ്ലി അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് വരുന്ന സമയത്ത് ആദ്യമേ എന്താണ് ചെയ്യേണ്ടത്, ലൈക്ക് ടേംസിനെ കളക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻസിനെ മാത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്ത് എഴുതുക. ഓക്കെ, അത്രയാണ് പറഞ്ഞത്. ടു ബി ഏബിൾ ടു സിംപ്ലിഫൈ എക്സ്പ്രഷൻസ്, അതായത് എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ബ്രാക്കറ്റ് ഓഫ് അല്ലെ ബോട്ട്മാസ് റൂളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിന് 3 ലോസ് ഓഫ് ഇൻഡിസസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓരോ എക്സ്പ്രഷനും നമുക്കറിയാം. ഇപ്പം 5a - 4y - 11a + 2y എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? -6a - 2y എന്നാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ലൈക്ക് ടേംസിനെ കമ്പൈൻ ചെയ്ത് എഴുതിയിട്ട് കോഎഫിഷ്യൻറ്റിൻ്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഓരോന്നിനും ഇവിടെ ഉത്തരം കിട്ടും. അതുപോലെ -4f + 6g - 7f - 3g എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താണ് ആൻസർ കിട്ടുന്നത്? -11f + 3g എന്ന് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, 4m + 9n - 6m - 14n എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്താണ്? -2m - 5n ആണ് അല്ലേ. ഓക്കെ, അടുത്തെന്താണ്? -4t + 7y - 10t + 5y എന്ന് പറയുമ്പോൾ -14t + 12y. ഇനി ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് അറിയുമോ? ഒരേ പോലത്തെ സൈൻ വരുന്ന സമയത്ത് അതങ്ങ് കോഎഫിഷ്യൻസ് ആഡ് ചെയ്ത് എഴുതുക. ഓക്കെ, ഡിഫറെൻറ്റ് സമ്മുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും വലിയ നമ്പറിൻ്റെ സൈൻ ഉപയോഗിക്കുക. അതാണല്ലോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലോജിക്ക് അല്ലേ. ഓക്കെ, ഇനി 1 + 2r - 7 - 7r എന്ന് പറയുന്നത് എന്താണ്? -6 - 5r. ഇവിടെ നമുക്ക് എന്താണ് ഒരു റെഫറൻസ് ആൾജിബ്രായിക് ടേം ഇല്ല. ഓക്കെ, ഏതാണ്? 6 എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസ് ആൾജിബ്രായിക് ടേം മാത്രമേ ഉള്ളൂ. 1-നും -7-നും ആ റെഫറൻസ് ആൾജിബ്രായിക് ടേം ഇല്ല. ഓക്കെ, അത് മനസ്സിൽ എപ്പോഴും വരണം. ഓക്കെ, 3d - 5e - 4d + 2e എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആൻസർ എന്താണ്? -d - 3e ആണ്. ഓക്കെ, p + 8r - 7p + 2r + 3p എന്ന് പറയുമ്പോൾ എന്താണ്? പിയുടെ 3 ടേംസ് ഉണ്ട് അല്ലേ. കോഎഫിഷ്യൻസ് തമ്മിൽ മാത്തമാറ്റിക് ഓപ്പറേഷൻ ചെയ്ത് ആദ്യമേ എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? 8r + 2r, അപ്പം മാത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുക, അതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ മാത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്ത് അതും എഴുതുക. ഇനി വേറൊരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഏറ്റവും കൂടുതൽ ഏത് ടേമാണോ റിപ്പീറ്റ് ചെയ്യുന്നത് ആ റിപ്പീറ്റ് ചെയ്യുന്ന ടേമിൻ്റെ ആൾജിബ്രായിക് റെഫറൻസ് ആണ് ആദ്യം എടുത്ത് എഴുതേണ്ടത് കേട്ടോ. അതും ഒരു ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി നമുക്കറിയാം 9x + 3x - 8 - 2x + 3. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇവിടെ എക്സ് എന്ന് പറയുന്ന ആൾജിബ്രായിക് റെഫറൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് 3 തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 തവണ വന്നതായിരിക്കണം ആദ്യമേ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, അത് ഏതൊരു ആൾജിബ്രായിക് ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഇത് നമ്മുടെ തോട്ട് മൈൻഡിൽ എപ്പോഴും വാങ്ങണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട a - 6b + 2a + 3b - 3a എന്ന് പറയുമ്പോൾ a എത്ര തവണ റിപ്പീറ്റ് ചെയ്ത്? അവിടെ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രയോറിറ്റി ഓഫ് റെഫറൻസ് ഓഫ് ആൾജിബ്ര എന്ന് പറയുന്നത് ഏതായിരിക്കും? ആ a എന്ന് പറയുന്നതായിരിക്കും. b എന്ന് പറയുന്നത് സെക്കൻഡ് പ്രയോറിറ്റി വരുത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണ്? അത് ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ടാണ്. ക്യാൻസൽ ആയി പോയാൽ ഓക്കെ 0 എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നില്ല. നമ്മൾ 0 a എന്നുള്ളത് അവിടെ റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഓൾറെഡി 0 ആണല്ലോ. ഓക്കെ, അതുകൊണ്ട് -3b എന്ന് വന്നു. ഓക്കെ, അല്ലാത്ത കേസിൽ എല്ലാം എന്താണ്, ഈ ഏതാണോ പ്രയോറിറ്റി ആൾജിബ്രായിക്ക് റെഫറൻസ് കൊടുത്തിരിക്കുന്നത് അത് വേണം ആദ്യം എടുത്ത് എഴുതാം, മറ്റേത് രണ്ടാമത് എഴുതാം കേട്ടോ. അതിന് എത്ര ടേമുകൾ, വലിയ ടേമുകൾ വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഇത് 1, 2, 3 ആൾജിബ്രായിക് റെഫറൻസുകൾ വരുമ്പോൾ ഉള്ള കാര്യമല്ല. ഇപ്പം ചിലപ്പോൾ ഒന്നിലൊരു 10 റെഫറൻസുകൾ വരുന്ന ഒരു വലിയ ഒരു ലെന്തി ഒരു ഇതാണെങ്കിൽ നമ്മൾ ആദ്യമേ കൺഫ്യൂഷൻ വരരുത് ഏതാണ് നമ്മൾ ആദ്യമേ എടുത്ത് എഴുതുന്ന ആൻസറിൽ. ഓക്കെ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണോ ആ ആൾജിബ്രായിക് റെഫറൻസ് വേണം ആദ്യമേ വരാൻ. അതിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ 3g + 2h - 3h + 2g എന്ന് പറയുന്നതിൽ എന്താണ്? 5g - h ആണ്. ഓക്കെ, ഇനി ഹാർഡ് സിംപ്ലിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ സ്ക്വയറുകൾ വരും. അതായത് a² a³
അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ പ്രയോറിറ്റി ഏതിനാണ് കൊടുക്കേണ്ടത്? ഡിഗ്രി അനുസരിച്ച് പ്രയോറിറ്റി കൊടുക്കുക. അതായത് ആൾജിബ്രായിക് റെഫറൻസിന്റെ ഡിഗ്രി ഏതാണോ കൂടുതൽ അത് ആദ്യം വരും, രണ്ടാമതേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യത്തെ 4a - 5a² + 2a + 3a² എന്ന് പറഞ്ഞാൽ ആൻസർ വളരെ സിമ്പിൾ ആണ്. എന്താണ്? -2a² + 2a² പ്ലസ് എന്താണ് 6a എന്നാണ് വരുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ എഴുതുമ്പം പോസിറ്റീവ് ടേം ആദ്യമേ എഴുതണം. ഓക്കെ, അതും കൂടെ ഓർത്ത് വെച്ചേക്കണം. പോസിറ്റീവ് ടേം എന്ന് പറയുന്നത് ആദ്യമേ വരും. 6a എന്ന് പറയുന്നത് അതിന്റെ പോസിറ്റീവ് ടേം, അതുകൊണ്ട് അത് എഴുതുക. ഓക്കെ, കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ? -5h² - h³ അതിൽ രണ്ട് ടേംസും എന്താണ് വരുന്നത്? നെഗറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോ പ്രോബ്ലം. അപ്പൊ ഡയറക്റ്റ് നമുക്ക് എടുത്ത് എഴുതാം. -3x - 2x², അവിടെ നമുക്ക് പ്രോബ്ലം ഒന്നും വരുന്നില്ല. 7t - 14t² + 5t³ വീണ്ടും ഒന്നുകൂടെ നമ്മളൊരു എന്താ പറയാ, അതൊരു ഓർഡറിൽ എഴുതുക എന്ന് പറയുമ്പോൾ ഇതിപ്പോ എന്താ പറയാ, ഒരു ജനറൽ ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പക്ഷെ ഒരു ഓർഡറിൽ എഴുതുമ്പോൾ ഇപ്പം ഹയർ ഡിഗ്രി ആയിട്ടുള്ള ആൾജിബ്രായിക് റെഫറൻസിന് പോസിറ്റീവ് സൈൻ ആണെങ്കിൽ അത് ആദ്യമേ എഴുതാൻ നോക്കുക. അപ്പൊ ഇക്വേഷൻ കുറച്ചുകൂടെ ഒരു ഇതായിരിക്കും. കാരണം ഡിഗ്രി എപ്പോഴും കൂടി വന്നതിൽ നിന്ന് കുറവിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഇപ്പൊ പോളിനോമിയൽ റെപ്രസെന്റേഷനിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇതൊരു പോളിനോമിയൽ റെപ്രസെന്റേഷനാണ് അല്ലേ? അപ്പം ആൾജിബ്രയുടെ ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ ഈ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോളിനോമിയൽ റെഫറൻസിൽ വരുന്ന ഒരു ഇക്വേഷനെ സംബന്ധിച്ചോളം ഹയർ ഡിഗ്രി ആദ്യമേ പ്രയോറിറ്റി കൊടുത്ത് എഴുതുക. ഓക്കെ, r² + 2r - 7r² - 7r² - 2r എന്ന് പറയുന്നതിൽ നമുക്കറിയാം അവിടെ എന്താ പറയാ, ആറിന്റെ ടേമുകളൊന്നുമില്ല. +2r - 2r ക്യാൻസൽ, അപ്പൊ -13r² ആണ് നമ്മൾ ആൻസർ വരുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് ആൾജിബ്രായിക് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? സിംപ്ലി റിട്ടേൺ ചെയ്യണം ടു ഈച്ച് അതർ. സിംപ്ലി റിട്ടേൺ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 3a മീൻസ് 3 × a എന്നാണ്. ഓക്കെ, EFG എന്ന് പറഞ്ഞാൽ എന്താണ്? E × F × G എന്നാണ്. അപ്പൊ അത് ഒരുമിച്ച് എടുത്ത് എഴുതിയേക്കുന്നതാണ്. ഈ ഒരുമിച്ച് എഴുതിയ അതിന്റെ അർത്ഥം എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ കോഎഫിഷ്യന്റോടുകൂടി വരുന്ന എല്ലാ കേസുകളിലും മൾട്ടിപ്ലിക്കേഷൻ ആണ് ആക്ച്വലി അവിടെ ചെയ്തിരിക്കുന്നത്. കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന വാക്കിന് തന്നെ ഉള്ള മീനിങ് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റ് ചെയ്ത എത്രത്തോളം ടൈം മൾട്ടിപ്ലിക്കേഷൻ നടന്നു എന്ന് പറയുന്ന ആ വാല്യൂവിനെ ആണല്ലോ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് a + a എന്ന് പറയുന്നത് 3a എന്ന് പറയുന്നത് ഈക്വലാ അല്ലെ? a 3 തവണ ആഡ് ചെയ്യുന്നത് ഒരു a 3 തവണ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെയിം ആണ് അല്ലെ? അപ്പൊ അതാണ് ആ കോഎഫിഷ്യൻസ് വരുമ്പോൾ എപ്പോഴും അത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിംപ്ലിഫൈ ചെയ്താൽ എന്താണ്? 4a × 5b എന്ത് എഴുതാൻ പറ്റും? 8. ആദ്യമേ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 4 × 2 8, പിന്നെ a × b ab എന്ന് എഴുതാം. ഓക്കെ, 10c × 2d എന്താണ്? 20cd. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആൽഫബറ്റിക് ഓർഡർ ഉണ്ടല്ലോ, ABCDEFG, ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പൊ അത് കുറച്ചുകൂടെ ആൻസറിന് ഒരു ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. പിന്നെ കാണാനും ഒരു ഭംഗിയാണ്. എഴുതുമ്പോൾ നമ്മൾ ആ ഒരു ഓർഡർ ഫോളോ ചെയ്ത അത് മാത്തമാറ്റിക്സിൽ അതൊരു കീ പോയിന്റ് ആണ്. നമ്മൾ എപ്പോഴും ഒരു റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂസ് എടുത്ത് എഴുതി അതൊരു പ്രയോറിറ്റി വെച്ച് അത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ഓരോ ടേമിന് പ്രയോറിറ്റി ഉണ്ടല്ലോ, അപ്പൊ പ്രയോറിറ്റി ലെറ്റേഴ്സ് വെച്ച് തന്നെ അതിനെ റെപ്രസെന്റ് ചെയ്യുക. 3w × 4y + 5z എന്താണ്? കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 wyz. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാം. 7ab × 8pq ഇതിന്റെ ആൻസർ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ വന്നെന്ന് പറയാം. നിങ്ങൾ വിളിച്ച് പറയുന്ന സാറിന് ഇവിടെ ഇരുന്ന് കേൾക്കാം. 56 AB PQ എന്നാണ് ഓർഡറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത എന്താ? 3f × 2h × 5a എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യൻസ് ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടി? 30 കിട്ടി. 30 AFH കിട്ടി. അതുപോലെ 3abc × 4df എന്ന് പറയുന്നത് 12abc def ആണ്. ഓക്കെ, അടുത്ത 5g × 25 125g ആണ്. 5mn × 2pq × 4 എന്ന് പറഞ്ഞാൽ 40mn pq ആണ്. 5f × g × h × 2j. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പൊ 3w × 4d × 2h × yz. ഓക്കെ, 7bqr × 4abc × 2h എന്ന് പറഞ്ഞാൽ 56 abchpqr. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പോൾ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. പിന്നെ ആൽഫബറ്റിക് പ്രയോറിറ്റി വെച്ച് ആൽഫബറ്റിക് പ്രയോറിറ്റി ഉപയോഗിച്ച് എന്താണ് നമ്മളുടെ ആൾജിബ്രായിക് റെഫറൻസുകൾക്ക് പ്രയോറിറ്റി കൊടുത്ത് എഴുതുക. ഓക്കെ,
അപ്പോൾ ഒരു റിവേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ആയാലോ, അതായത് 7AB ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 70ABC കിട്ടുന്നത്? സോ സിമ്പിൾ ആണ്. 70ABC ഡിവൈഡഡ് ഇപ്പുറത്ത് കിടക്കുന്ന സാധനം മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക, അപ്പുറത്ത് വരുമ്പോൾ അത് ഡിവൈഡ് ആവും അല്ലേ, അതല്ലേ റൂള്. അപ്പം ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് മൾട്ടിപ്ലൈ ടേം ആണെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ടേം ആവും. അപ്പൊ എന്ത് കിട്ടും? 10C കിട്ടും. ഓക്കെ, അതുപോലെ അടുത്തതുണ്ടോ 3F ഇൻറ്റു 4G ഇൻറ്റു ഇത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിവിഷൻ വരുന്നു. കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്തിരുന്നത് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. ഓക്കെ, 3ABC ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ്? ഒരു ഡി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ. ഓക്കെ, 5G ഇൻറ്റു 4 ചെയ്യുമ്പോഴല്ലേ. 5MN ഇൻറ്റു 1 ഇതല്ലേ, അപ്പോൾ അവിടെ എന്താണ്? P. 5F ഇൻറ്റു എന്താണ്? 4H അല്ലേ. 3W ഇൻറ്റു നമുക്കറിയാം 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6ന്റെ കൂടെ എന്ത് ചെയ്യണം? 4 ചെയ്യണം. പിന്നെ അവിടെ എന്താണ് മിസ്സിംഗ് ചെയ്യുമായിട്ടുള്ളത്? അപ്പോൾ 4 അല്ലേ. ഓക്കെ, 4BC ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് ഇതാണ്. അപ്പം 10 എന്ത് വരണം? അവിടെ C ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ E അല്ലേ വരേണ്ടത്? 10E ആണ്. ഓക്കെ, ഇനി ഡിവൈഡിങ് ആൽജിബ്രായിക് ടേംസ് വളരെ ഇതായിട്ട് 8A ഡിവൈഡഡ് ബൈ 4 എന്താണ്? 2A ആണ്. സാധാ ഡിവിഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. 10AB ഡിവൈഡഡ് ബൈ 2A എന്താണ്? 5B ആണ്. ഓക്കെ, 20PQ എന്ന് പറഞ്ഞാൽ എന്താണ്? 20PQ ഡിവൈഡഡ് ബൈ PQ എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ആണ്. താഴെയുള്ളത് മുകളിലുള്ള ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകും. ഓക്കെ, പവേഴ്സ് വരുന്ന സമയം അതായത് ടു റിമെമ്പർ ഹൗ ടു വർക്ക് ഔട്ട് HCF ആൻഡ് LCM ഫ്രം എനി ഈവൻ പെയർസ് ഓഫ് നമ്പേഴ്സ്. ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ പവേഴ്സ് വരുമ്പോൾ നമുക്ക് ചെയ്യണം HCF LCF എങ്ങനെ ക്വിക്കലി കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ടു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇൻഡിസസ് ഓർ പവേഴ്സ് വർക്ക് ഇൻ ആൽജിബ്ര. അതുപോലെ ടു ഏബിൾ ടു മാനിപ്പുലേറ്റ് ദ പവേഴ്സ് ഇൻ ആൻ എക്സ്പ്രഷൻ ഇൻ ഓർഡർ ടു സിംപ്ലിഫൈ. മാനിപ്പുലേറ്റ് ചെയ്ത് അതിന് ഇക്വേഷനെ ഒരു ഇതിനെ ആൽജിബ്രായിക് എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മളത് യൂസ്ഫുൾ ആയിരിക്കും. പവർ റൂൾ എന്തൊക്കെയാണ്? A ഇൻറ്റു A സ്ക്വയർ ആണ്. ഓക്കെ, ഇതിൽ എത്ര തവണ A കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട് അത് പവറായിട്ട് പോവുക. ആ നമ്പറിന് പവർ കൊടുക്കുക, എക്സ്പോണൻഷ്യലി കൊടുക്കുക. A⁴. ബട്ട് വാട്ട് ഈസ് A സ്ക്വയർ ഇൻറ്റു A⁴? A ഇൻറ്റു A എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ആൽജിബ്രായിക് റെഫറൻസ് അതുപോലെ എടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളെ പവറിൽ കിടക്കുന്ന വാല്യൂസിനെ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. കണ്ടോ? അപ്പൊ A⁶ എന്ന് കിട്ടും. അതായത് ആൽജിബ്രായിക് റെഫറൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ പവറിൽ കിടക്കുന്ന വാല്യൂസിനെ ആഡ് ചെയ്ത് എഴുതും. അപ്പൊ A⁶. അല്ലെങ്കിൽ അത് നമ്മൾ എടുത്ത് എഴുതി നോക്കണം. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആൽജിബ്രായിക് റെഫറൻസ് അങ്ങോട്ട് എടുത്ത് എഴുതുക. ഒരേപോലെ ഉള്ള ആൽജിബ്രായിക് റെഫറൻസ് ആണെങ്കിൽ അത് ആ ആൽജിബ്രായിക് റെഫറൻസ് എന്ന് പറയുന്ന ആ A എന്നുള്ളത് എടുത്ത് എഴുതിയിട്ട് പവറുകൾ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. 2 + 4 6. വാട്ട് ഡിഡ് യു ഡു വിത്ത് ദ പവേഴ്സ്? യു ആഡഡ് ദം. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. റൂൾ 1 എന്ന് പറഞ്ഞാൽ വെൻ യു മൾട്ടിപ്ലൈ പവേഴ്സ് ഓഫ് ദ സെയിം ലെറ്റേഴ്സ് ഓഫ് നമ്പർ യു ആഡ് ദ ഇൻഡിസസ്. ഈ പവറിന് പറയുന്ന ഒരു മാത്തമാറ്റിക്സിൽ പറയുന്ന ഒരു ആൽജിബ്രയിൽ പറയുന്ന ഒരു ടേമാണ് ഇൻഡിസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻഡിസസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം. SSCയും PSCയും UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡിലും അങ്ങനെ ജനറൽ പേപ്പേഴ്സിലും ഒക്കെ വരുന്ന ഒരു അല്ലെങ്കിൽ എന്താണ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയിൽ വരുന്ന ഒരു ഇതാണ് ഇൻഡിസസും സെറ്റ്സ് ആൻഡ് ഇൻഡിസസ് എന്ന് പറയുന്ന ഇത് അല്ലെ. ഇൻഡിസസ് എന്ന് പറയുന്നത് എപ്പോഴും പവറാണ്. ഇത് ഓർത്ത് വെച്ചേക്കും കേട്ടോ, ഇതൊരു ബേസിക് കാര്യമാണ്. ഇൻഡിസസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. A³ ഇൻറ്റു A⁶ ഇൻറ്റു A സ്ക്വയർ എത്രയാണ്? A അതുപോലെ എടുത്ത് എഴുതുക. ആൽജിബ്രായിക് റെഫറൻസ് A അതുപോലെ എഴുതിയിട്ട് 3 + 6 + 2 എത്ര? 11. ഓക്കെ, അതുപോലെ C³ ഇൻറ്റു എത്രയാണ്? C⁹. കാരണം എന്താ? C എന്ന് പറയുന്നത് C⁴ ഈക്വൽ ആണ്. ഓക്കെ, 2y² ഇൻറ്റു 4y⁵ എന്താണ്? കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ y-യുടെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് തരുന്നു. 3m³ ഇൻറ്റു 4m⁵ എന്ന് പറഞ്ഞാൽ എന്താണ്? 12m. 3 + 5 8. ഓക്കെ, അപ്പൊ മക്കളെ ഇത്രയാണ് ഇന്നത്തെ ഇത് തേർഡ് പാർട്ടാണ്. നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അടുത്ത ടോപ്പിക്കുകൾ പറയും. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം മാക്സിമം നല്ല പോലെ ക്ലാസ്സുകൾ എടുക്കണമെന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അർഹരായ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. കൺസെപ്റ്റുകൾ അറിഞ്ഞ് പഠിച്ച ഒരു തലമുറ വളരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഓൾ ദ ബെസ്റ്റ്, കീപ് ഗോയിങ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.